My Kitchen Recipes in Malayalam എല്ലാവർക്കും സ്വാഗതം എൻ്റെ പേര് ശിൽപ അപ്പോൾ നമുക്ക് ഇന്ന് നല്ല മുരിഞ്ഞ പഴംപൊരി ഉണ്ടാക്കുന്ന രീതി എങ്ങനെയാണെന്ന് നോക്കാം വളരെ എളുപ്പമാണ് ഇത് ഉണ്ടാക്കി എടുക്കാനായിട്ട് വളരെ സിമ്പിൾ ആണ് ഇതിന്റെ ഇൻഗ്രീഡിയൻസ് എല്ലാം തന്നെ അപ്പോൾ ഈ ഒരു രീതി എൻ്റെ വീട്ടിലെ അമ്മ എപ്പോൾ ചെയ്യുമ്പോഴും എപ്പോൾ ഈ ഒരു മാവിൽ അമ്മ പഴം പൊരിച്ചെടുക്കുമ്പോഴും ഒടുക്കത്തെ ടേസ്റ്റ് ആണ് നല്ല മുരിഞ്ഞിരിക്കുകയും ചെയ്യും നമ്മൾ സാധാരണ മൈദ മാവോ അല്ലെങ്കിൽ ഗോതമ്പ് മാവിലോ ഉണ്ടാക്കുന്നതിലും ഒക്കെ ടേസ്റ്റ് ആണ് ഇങ്ങനെ അതുപോലെ തന്നെ നമ്മൾ സോഡാപ്പൊടി ഒന്നും തന്നെ ഉപയോഗിക്കുന്നില്ല പിന്നെ ഈ ഒരു മാവെന്ന് വെച്ചാൽ മിക്കവാറും നിങ്ങളുടെ വീട്ടിലൊക്കെ ഇപ്പം തന്നെ റെഡി ആയിട്ടിരിക്കുന്നുണ്ടാവുമായിരിക്കും ഈ സംഭവം ഏത്തപ്പഴം ഉണ്ടെങ്കിൽ ജസ്റ്റ് മുക്കി അങ്ങോട്ട് പൊരിച്ചെടുത്താൽ മതി അത്രേ ഉള്ളൂ അപ്പോൾ ഇങ്ങനെ ഒരുപാട് സസ്പെൻസ് ഒന്നും ഞാൻ വെക്കുന്നില്ല വേഗം തന്നെ ഈ വീഡിയോ കണ്ടു നോക്കും മുഴുവൻ കണ്ടു നോക്കുക അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഞാൻ ഏത് മാവിനെ കുറിച്ചാണ് ഈ സംസാരിക്കുന്നതെന്ന് അതുപോലെ തന്നെ ഇതിൻ്റെ ലിസ്റ്റ് ഓഫ് ഇൻഗ്രീഡിയൻസ് താഴെയുള്ള ഡിസ്ക്രിപ്ഷൻ ബോക്സിലും ഞാൻ ഇട്ടിട്ടുണ്ട് ഒരു 1/4 ടീസ്പൂൺ ജീരകം നമുക്ക് പൊടിച്ചെടുക്കാം കേട്ടോ എനിക്ക് ഈ പൊടിച്ചെടുക്കുന്ന ജീരകം ഇതിൻ്റെ കൂടെ ചേർക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ് കാരണം നമ്മൾ കഴിക്കുമ്പോഴൊക്കെ ഒരു പ്രത്യേക ഒരു സ്മെല്ലും നല്ലൊരു ടേസ്റ്റും ആയിരിക്കും പക്ഷെ നിങ്ങൾക്ക് ജീരകത്തിൻ്റെ സ്മെല്ല് ഇഷ്ടമല്ലെങ്കിൽ നിങ്ങളത് ആഡ് ചെയ്യേണ്ട പക്ഷെ ഒരു പ്രാവശ്യമെങ്കിലും ആഡ് ചെയ്ത് നോക്കൂ കേട്ടോ അപ്പോൾ ഇപ്പം നമ്മൾ ജീരകം പൊടിച്ചെടുത്തിട്ടുണ്ട് ഇതേപോലത്തെ 2-3 ഏത്തപ്പഴം എടുക്കാം ഓക്കെ കേട്ടോ അപ്പോൾ ഒരുപാട് അങ്ങോട്ട് പഴുത്തു പോകാനും പാടില്ല എന്നാൽ തീരെ പഴുപ്പ് കുറയാനും പാടില്ല അപ്പോൾ അതിൻ്റെ രണ്ടിൻ്റെയും നടുക്ക് വരുന്നൊരു പാകമുണ്ടല്ലോ അങ്ങനെയാണ് എടുക്കേണ്ടത് അങ്ങനെ ഓരോ പഴം 2ആക്കി ഡിവൈഡ് ചെയ്തിട്ട് ഓരോ ഭാഗവും ഞാൻ 3ആക്കിയാണ് ഡിവൈഡ് ചെയ്യാറ് കാരണം ഇതിന് ചെറിയ പഴമാണെങ്കിൽ 2ആക്കി ഡിവൈഡ് ചെയ്താൽ മതി ഓരോ ഭാഗവും പക്ഷെ ഞാൻ പറയുന്നത് ഒരുപാട് കട്ടിയുണ്ടെങ്കിൽ നമ്മൾ പഴംപൊരി ആക്കി എടുക്കുമ്പം ഉൾഭാഗം ശരിക്കും അങ്ങോട്ട് വേഗൂല ഇങ്ങനെ ഒരുമാതിരി പുഴുങ്ങിയോണം ഇരിക്കും അതിന് ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല നമ്മൾ പഴംപൊരി ഉണ്ടാക്കി എടുത്ത് കഴിയുമ്പോൾ അപ്പോൾ തീരെ ബ്ലേഡ് പോലെ കനം കുറയ്ക്കാനും പാടില്ല എന്നാൽ ഒരുപാട് കട്ടി വരാനും പാടില്ല ഞാനിപ്പോൾ ഈ കട്ട് ചെയ്യുന്നൊരു പാകം ഉണ്ടല്ലോ ആ ഒരു പാകമായിരിക്കും ഏറ്റവും പെർഫെക്റ്റ് നമ്മുടെ ബാറ്ററും റെഡി ആയിട്ടുണ്ട് ഇനി നിങ്ങൾ വിചാരിക്കണ്ടാവും നമ്മുടെ ബാറ്റർ എങ്ങനെ റെഡി ആയത് ഒന്നും കലക്കുന്ന കണ്ടില്ലല്ലോ എന്ന് അല്ലേ ഇതെന്താ അറിയാമോ നമ്മുടെ ദോശമാവ് ഞാൻ ഇന്നലെ ദോശമാവിൻ്റെ റെസിപ്പി ഇട്ടില്ലേ അത് തന്നെയാണ് ഇത് വേറെ ഒന്നുമല്ല അപ്പോൾ നിങ്ങൾ വീട്ടിലുണ്ടാക്കുന്ന ദോശമാവ് എടുത്ത് അതിലാണ് നമ്മൾ മുക്കി ഇത് ഉണ്ടാക്കുന്നത് എന്തൊരു ടേസ്റ്റാണെന്നറിയാമോ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്ക് ഭയങ്കര ടേസ്റ്റാണ് ഇനി അതിനെക്കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ ഞാൻ പിന്നീട് പറയാം അപ്പോൾ ആദ്യം ഇതിലോട്ട് കുറച്ച് സംഭവങ്ങൾ നമ്മൾ ചേർക്കാനുണ്ട് അതെന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം അപ്പോൾ ഇത് നമ്മുടെ കറുത്ത എള്ളാണ് കേട്ടോ കറുത്ത എള്ള് നമുക്ക് ചേർക്കാം ഒരുപാടൊന്നും ചേർക്കേണ്ടവല്ല 1/4 ടീസ്പൂണോ അല്ലെങ്കിൽ വേണമെങ്കിൽ ഒരു ഇച്ചിരി കൂടെ ചേർക്കാം അത്രേ ഉള്ളൂ പിന്നെ നമ്മൾ നേരത്തെ പൊടിച്ചു വെച്ചിട്ടുള്ള ജീരകം അതും ചേർക്കാം പിന്നെ നമുക്കിതിൻ്റെ കൂടെ കുറച്ച് പഞ്ചസാര ചേർക്കാം ദോശമാവിന് മധുരം ഇല്ലാത്തതുകൊണ്ട് നമുക്കൊരു 1/2 ടീസ്പൂണോ 1 ടീസ്പൂണോ ഒക്കെ ചേർക്കാം പിന്നെ നമുക്ക് ഇതിൻ്റെ കൂടെ ഒരു നുള്ളു മഞ്ഞൾപ്പൊടി ഒരുപാടൊന്നും വേണ്ട 1/4 ടീസ്പൂൺ ഒന്നും ചേർക്കണ്ട കേട്ടോ ജസ്റ്റ് ഒരു പിഞ്ച് ഓഫ് ടർമറിക് പൗഡർ അത്രയും മതി ഇതെല്ലാം ചേർത്ത് നന്നായിട്ട് അങ്ങോട്ട് മിക്സ് ചെയ്യാം അപ്പം മഞ്ഞൾ ഒരുപാട് ചേർത്ത് അങ്ങോട്ട് മഞ്ഞ കളറൊന്നും ആക്കേണ്ട ആവശ്യമില്ല നമ്മൾ ചെറുതായിട്ട് ചേർക്കാം ഒരുപാട് വേണമെങ്കിൽ ചേർത്തില്ലെങ്കിലും കുഴപ്പമില്ല ശരിക്കും അപ്പം നന്നായിട്ട് അങ്ങോട്ട് മിക്സ് ചെയ്യാം അതിനുശേഷം നമുക്ക് എണ്ണ ചൂടാക്കാൻ വെക്കാം അപ്പം ഈ ഒരു പ്രിപ്പറേഷന് യാതൊരു കാരണവശാലും വെളിച്ചെണ്ണ ഉപയോഗിക്കരുത് കാരണം ദോശമാവ് ആണ് നമ്മൾ ഉക്കുന്നതുകൊണ്ട് വെളിച്ചെണ്ണയിൽ വറുക്കുമ്പോൾ അത് അത്രയ്ക്ക് അങ്ങനെ ടേസ്റ്റ് എനിക്ക് പേഴ്സണലി തോന്നിയിട്ടില്ല ഞാൻ എപ്പോഴും സൺഫ്ലവർ ഓയിലോ അല്ലെങ്കിൽ കനോല ഓയിലൊക്കെയാണ് ഞാൻ ചെയ്യാറ് കേട്ടോ അപ്പോൾ ഇതേപോലെ ഓരോ പഴം എടുത്ത് ഇതേപോലെ മുക്കി നമുക്ക് വറുത്ത് കോരിയെടുക്കാം 2 ഭാഗവും മറിച്ചും തിരിച്ചിട്ട് വറുക്കാം ഇനി നമുക്ക് ദോശമാവിൻ്റെ ഡീറ്റെയിലോട്ട് വരാം നമ്മൾ മൈദയോ അല്ലെങ്കിൽ ഗോതമ്പ് പൊടിയോ ഉപയോഗിക്കണേലൊക്കെ ടേസ്റ്റ് ആയിരിക്കും ദോശമാവ് ഇട്ട് ചെയ്യണത് കാരണം നമ്മൾ ഇതിലോട്ട് എക്സ്ട്രാ ബേക്കിംഗ് സോഡ ചേർക്കുന്നില്ല പക്ഷെ ഉഴുന്നൊക്കെ ഉള്ളതുകൊണ്ട് നല്ല ക്രിസ്പി ആയിരിക്കും നമ്മൾ സാധാരണ ഒരു എന്താ പറയുക നമ്മൾ മൈദയോ ഗോതമ്പ് പൊടിയോ ഒക്കെ വെച്ചുണ്ടാക്കുന്ന പഴംപൊരിയിലൊക്കെ ഭയങ്കര ക്രിസ്പി ആയിരിക്കും ഒരു പ്രത്യേക ഒരു സ്വാദാണ് ഈ ദോശമാവിന് അങ്ങനെ ഒരു പ്രോപ്പർട്ടി ഉണ്ട് അത് നിങ്ങൾക്ക് അറിയാമായിരുന്നു അറിയണ്ടാകും അറിയാത്തവർക്ക് വേണ്ടിയിട്ടോ ഞാൻ പറയുന്നത് അതുപോലെ തന്നെ നിങ്ങൾ വല്ല ബജ്ജിയൊക്കെ ഉണ്ടാക്കുമ്പോൾ അതായത് വല്ല സവോള ബജ്ജി ഉള്ളി ബജ്ജി അങ്ങനെ എന്തെങ്കിലും മുളക് ബജ്ജി അങ്ങനെയൊക്കെ ഉണ്ടാക്കുമ്പോൾ തന്നെ നിങ്ങൾ സാധാരണ ഉപയോഗിക്കുന്ന മാവുണ്ടല്ലോ അതിലോട്ട് 1-2 തവിയൊക്കെ വേണമെങ്കിൽ ചേർക്കാം കേട്ടോ ഒരു 2 കയ്യിൽ നിറച്ചും ദോശമാവും കൂടെ ചേർത്ത് ആ മാവിൻ്റെ കൂടെ മിക്സ് ചെയ്തിട്ട് നിങ്ങൾ അതിൽ മുക്കി വറുത്ത് നോക്കൂ ഒരു പ്രത്യേക ഒരു ടേസ്റ്റ് ആയിരിക്കും ഭയങ്കര സൂപ്പറായിരിക്കും നിങ്ങൾ ബേക്കിംഗ് സോഡ അതൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല ഭയങ്കര ടേസ്റ്റ് ആയിരിക്കും അപ്പോൾ നിങ്ങൾ ഇനി പഴംപൊരി ഉണ്ടാക്കുമ്പം എളുപ്പമില്ല കാര്യം ഏത്തപ്പഴം ഉണ്ട് ദോശമാവ് നമുക്ക് അരച്ച് വയ്ക്കാവുന്നതേ ഉള്ളൂ അപ്പോൾ എളുപ്പമായില്ലേ ജസ്റ്റ് മുക്കി ഈ 2-3 സംഭവങ്ങളൊക്കെ ഞാൻ പറഞ്ഞതൊക്കെ വേണമെങ്കിൽ ചേർത്താൽ മതി കേട്ടോ ജീരകമൊക്കെ ചേർക്കുന്നത് നിങ്ങൾക്ക് ടോട്ടലി ഓപ്ഷണലാണ് ഈവൻ എള്ളാണെങ്കിൽ പോലും ഓപ്ഷണലാണ് പക്ഷെ ഇച്ചിരി പഞ്ചസാര ചേർക്കണമായിരിക്കും നല്ലത് കേട്ടോ അപ്പോൾ ഇതുപോലെ ഒന്ന് മുക്കി പൊരിച്ച് നോക്ക് അടിപൊളിയാണ് നല്ല ടേസ്റ്റി ആയിട്ടുള്ള
പഴംപൊരി നിങ്ങൾക്ക് വീട്ടിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. തീർച്ചയായിട്ടും എല്ലാവരും ചോദിക്കും ഇതെങ്ങനെ ഉണ്ടാക്കിയെടുത്തതെന്ന്. അത്ര ടേസ്റ്റിയാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇത് തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഉറപ്പായിട്ടും അഭിപ്രായം പറയാൻ മറക്കരുത്. നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ വരുന്നെങ്കിൽ താഴെയുള്ള റെഡ് കളർ സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്യാൻ മറക്കരുത്. അതിൻ്റെ തൊട്ടടുത്ത് ചെറിയൊരു ബെല്ലൈക്കൺ ഉണ്ട്, അതും കൂടെ ക്ലിക്ക് ചെയ്താൽ മാത്രമായിരിക്കും ഞാൻ എപ്പോൾ ഒരു പുതിയ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോഴും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടും. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ബൈ.